കൊല്ലം കുന്നത്തൂർ പഞ്ചായത്തിലെ പാകിസ്ഥാൻ മുക്കിന്റെ പേര് മാറ്റാൻ തീരുമാനമായി. ഇന്ന് ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിലാണ് പേര് മാറ്റാൻ തീരുമാനമായത്. BJP അംഗങ്ങളാണ് പാകിസ്ഥാൻ മുക്കിന്റെ പേര് മാറ്റണം എന്ന ആവശ്യം യോഗത്തിൽ ഉന്നയിച്ചത്. ഐവർക്കാല എന്ന പേരിലാണ് സ്ഥലം ഇനി അറിയപ്പെടുന്നത്. പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിലെ 17 അംഗങ്ങളിൽ 16 പേരും തീരദേശത്തെ അനുകൂലിച്ചു. എന്നാൽ CPMന്റെ യോഗം ഇതിനെ എതിർത്തു. യോഗത്തിന്റെ മിനിറ്റ്സ് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കും. തുടർന്ന് സർക്കാർ അനുമതിയോടുകൂടി ഔദ്യോഗികമായ പേര് നൽകും. ശത്രുരാജ്യമായ പാകിസ്ഥാന്റെ പേരിൽ സ്വന്തം നാട് അറിയപ്പെടുന്നത് നാണക്കേടാണെന്നും പേര് മാറ്റണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിരുന്നു. കൊല്ലം പത്തനംതിട്ട അതിർത്തിയായിട്ടുള്ള കടമ്പനാട്ട് നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് പാകിസ്ഥാൻ മുക്ക്. ഐവർക്കവല പടിഞ്ഞാറ് വടക്ക് വാർഡിലാണ് ഈ സ്ഥലം. 7 പതിറ്റാണ്ടായി സ്ഥലം പാകിസ്ഥാൻ മുക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇടയ്ക്ക് പേരുമാറ്റാനുള്ള ശ്രമം നടന്നിരുന്നു. ശാന്തിസ്ഥാൻ എന്ന പേരാണ് പ്രദേശവാസികൾ നിർദ്ദേശിച്ചത്. രാഷ്ട്രീയക്കാർ മറ്റു പല പേരുകളും മുന്നോട്ട് വെച്ചു. പക്ഷെ അതൊന്നും പ്രാബല്യത്തിൽ വന്നില്ല. എന്നാൽ ഇതുവരെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു പാകിസ്ഥാൻ മുക്ക് കൂടിയുണ്ട് നമ്മുടെ നാട്ടിൽ. കല്ലറ പാങ്ങോട് ഭാഗത്ത് ഒരു പാകിസ്ഥാൻ മുക്കുണ്ട്. ഒരു പക്ഷേ ആ പ്രദേശത്ത് മുഴുവനും മുസ്ലിങ്ങളാണ്. നാമമാത്രമായി പോലും ഒരു ഹിന്ദു ഉണ്ടാകില്ല. എൻ്റെ സിസ്റ്റർ താമസിക്കുന്നത് പാകിസ്ഥാൻ മുക്കിലാണ്. അവരുടെ അഡ്രസ്സ് പോലും പാകിസ്ഥാൻ മുക്ക് എന്നാണ്. അതുകൊണ്ടാണ് എനിക്കിത് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നത്. ആ സ്ഥലത്തിന്റെ പേരും പാകിസ്ഥാൻ മുക്ക് എന്നാണ്. നമ്മുടെ ശത്രു രാജ്യത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ പ്രദേശമാകട്ടെ വലിയ പ്രദേശമാകട്ടെ അറിയാൻ പാടുണ്ടോ എന്നത് ഒരു വലിയ ചോദ്യമാണ്. കല്ലറ പാങ്ങോട് പ്രദേശത്ത് ഒരു പാകിസ്ഥാൻ മുക്കുണ്ടോ എന്നൊന്ന് അന്വേഷിക്കുക. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. ഇങ്ങനെ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ പ്രതികരിക്കാത്ത എത്രയോ പാകിസ്ഥാൻ മുക്കുകൾ നമ്മുടെ നാട്ടിനകത്ത് തന്നെയുണ്ട്. അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ വലിയ തുറയ്ക്കടുത്ത്, വലിയ തുറ കഴിഞ്ഞാൽ പൊന്നറ ശ്രീധർ മെമ്മോറിയൽ സ്കൂൾ, അവിടെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, അവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു പാലം, അത് കഴിഞ്ഞാണ് വലിയ തുറ വരുന്നത്. അവിടെ ഒരു ബംഗ്ലാദേശ് കോളനിയുമുണ്ട്. ഇതിനൊക്കെ എതിരെ ആര് സംസാരിക്കും? ആ ബംഗ്ലാദേശ് കോളനിയും കല്ലറ പാങ്ങോടുള്ള പാകിസ്ഥാൻ മുക്കും ആ പേരുകൾ നമുക്ക് മാറ്റേണ്ടതല്ലേ? ഇതുവരേക്കും ഒരു മാധ്യമങ്ങളിലും വാർത്തകളിൽ ഇടം പിടിക്കാത്ത ഭൂരിപക്ഷവും മുസ്ലിങ്ങൾ ഇടതൂർന്ന് താമസിക്കുന്നത് കൊണ്ട് അവർ ആ പേരുകൾ നെഞ്ചോട് ചേർത്തത് കൊണ്ടും ഒരിക്കലും ആ പേരുകൾ വിവാദവുമായി വിമർശനവുമായി ആ പേരുകൾ ബഹിഷ്കരിക്കണം എന്ന ആഹ്വാനവുമായി മുസ്ലിങ്ങൾ രംഗത്ത് വരുമെന്ന് പ്രതീക്ഷിക്കരുത്. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, ഈ 2 പേരുകളും ഒന്ന് ഓർത്തു വെച്ചോളൂ. കല്ലറ പാങ്ങോടുള്ള ഒരു പാകിസ്ഥാൻ മുക്കും വലിയ തുറയിലുള്ള ബംഗ്ലാദേശ് കോളനിയും നമുക്ക് വേണോ എന്നതൊരു ചോദ്യമാണ്. നമ്മൾ ശബ്ദമുയർത്തിയതുകൊണ്ടും മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റുപിടിച്ചതുകൊണ്ടും തന്നെയല്ലേ ഒരു പാകിസ്ഥാൻ മുക്കിന്റെ പേര് മാറ്റാൻ തീരുമാനമായത്. അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളിൽ ശക്തമായി അപ്പോൾ പ്രതികരിക്കേണ്ടുന്ന രൂപത്തിൽ നമ്മൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ, അവസരത്തിനൊത്ത് സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പിന്നീട് ആജീവനാന്തകാലം ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടും കാര്യമുണ്ടാകില്ല. ഇത്രയും കൊല്ലം നമ്മൾ എങ്ങനെയാണ് ഈ രാജ്യത്ത് ജീവിച്ചത് എന്ന് നമുക്കറിയാം. പക്ഷേ ഒരുപാട് കൊല്ലം സമാധാനത്തോടുകൂടി ഒരു മുസ്ലിം രാജ്യത്ത് ജീവിച്ച ഒരു വിശ്വാസി, അവരും കേരള മുസ്ലിങ്ങളുടെ ഗതികേടുകളെ കുറിച്ച് ആലോചിച്ച് സങ്കടവും സഹതപിക്കുകയും ചെയ്യുകയാണ്. അതായത് നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന മുസ്ലിം ഭീകരന്മാർ. പാകിസ്ഥാനിലുള്ള മുസ്ലിങ്ങളുടെ ഭീകരത എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ കേരളത്തിൽ ഇരുന്നിട്ട് മലയാളികളാകുന്ന രാജ്യത്തിന്റെ സ്വന്തം മക്കൾ എങ്ങനെയാണ് ആ രാജ്യത്തെ ഉറ്റുകൊടുക്കുന്നത് എന്ന് പാകിസ്ഥാനി വ്ലോഗർമാർ വരെ ചോദിച്ചു തുടങ്ങുന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന് കഴിയുന്നത് എന്നാണ് ചോദിക്കുന്നത്. എല്ലാ വിഷയത്തിലും മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണ്. എല്ലാ വിഷയത്തിലും പ്രശ്നമാണ്. എനിക്കറിയില്ല, 24-ാം തീയതി ഏപ്രിൽ വെള്ളിയാഴ്ച പാർലമെന്റ് ഇലക്ഷൻ വെച്ചാൽ ഇവർക്ക് പ്രശ്നമാണ്. മുസ്ലിങ്ങൾക്ക് എന്തുമാത്രം അസൗകര്യമാണ് ഇതുണ്ടാക്കുന്നത്. ഒരു മതേതര രാജ്യത്തിന്റെ വെള്ളിയാഴ്ച ആരെങ്കിലും തെരഞ്ഞെടുപ്പ് വെക്കുമോ എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം.
വെള്ളിയാഴ്ച എന്ന പടച്ചോൻ ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് നൂല് വഴിക്ക് ഇറക്കി തന്ന ദിവസമാ ആണോ? ഒരുപക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജുമുഅ ഉണ്ട്, ജുമുഅ നമസ്കരിക്കാമല്ലോ. മറ്റു മതങ്ങളെ പോലെ ഒരു മതം മാത്രം തന്നെയാണ് ഇസ്ലാമും. മറ്റു മതങ്ങളെ പോലെയല്ല ഞങ്ങൾ എന്തോ മറ്റുള്ളവരിൽ നിന്നും എക്സ്പെഷ്യൽ ആണ് എന്ന് കാണിക്കാനാണ് നിങ്ങൾ ഈ ശ്രമിക്കുന്നത്. മറ്റുള്ള സകല വിശ്വാസികൾക്കും ഒരു രൂപത്തിലും ഇളവുകളില്ലല്ലോ. പിന്നെന്തിനാണ് മുസ്ലിങ്ങൾക്ക് ആ ഇളവ്? പടച്ചോനെ പേടിച്ചിട്ടാണോ? അതോ നരകത്തിൽ പോകേണ്ടി വരുമോ എന്ന് ഭയന്നിട്ടാണോ? എന്തുമാത്രം അന്ധവിശ്വാസങ്ങളാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നരകത്തെ പേടിച്ചിട്ടാണോ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങളുടെ മതപ്രമാണങ്ങൾ പറഞ്ഞതിനനുസരിച്ചിട്ടാണോ നിങ്ങൾ പെരുമാറുന്നത്? മുസ്ലിം വിശ്വാസങ്ങളെ മാത്രം താലോലിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് മതേതര പാർട്ടികളായിട്ടുള്ള കോൺഗ്രസും CPM-ഉം മുസ്ലിം വിശ്വാസങ്ങൾക്ക് ഇത്രമേൽ ആകുലപ്പെടുന്നതും ആ വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ മതം വ്രണപ്പെടാതിരിക്കുന്നതിന് വേണ്ടി പ്രയാസപ്പെടുന്നതും പോരാടുന്നതും. കേന്ദ്ര ഭരണം ആരുടെ കയ്യിലാണ്? ഇന്നെങ്ങാനും അത് കോൺഗ്രസിന്റെ കയ്യിലായിരുന്നെങ്കിൽ എന്തായിരുന്നു ഈ രാജ്യത്ത് സംഭവിക്കുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കാം. കാഫിറുകൾ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം, മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കേണ്ടി വരുന്നത് ദുരിതമാണെന്നും ദുരന്തമാണെന്നും ഗതികേടാണെന്നും പറയുന്ന ആളുകൾ പാകിസ്ഥാനിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങളുടെ അവസ്ഥ നിങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ടോ? 1947 മുഹമ്മദ് അലി ജിന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു ദാറുൽ ഇസ്ലാം രാജ്യം ചോദിച്ചു വാങ്ങിയത് നിങ്ങൾക്ക് സ്വസ്ഥമായും സുഖമായും ജീവിക്കുന്നതിന് വേണ്ടിയാണ്. ഒരുപക്ഷെ അന്ന് പാകിസ്ഥാൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇവിടെ മൊത്തം 60 കോടി മുസ്ലിങ്ങളുടെ ഇടയിൽ 100 കോടി കാഫിറുകളായിട്ടുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ജൈനന്മാരൊക്കെ കൃത്യമായ രൂപത്തിൽ അനുഭവിച്ചറിയുമായിരുന്നു എന്താണ് മുസ്ലിങ്ങളുടെ സമാധാനമെന്ന്. പത്തണയ്ക്ക് കത്തിവാങ്ങി കുത്തിവാങ്ങും പാകിസ്ഥാൻ എന്നാണ് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് തലങ്ങും വിലങ്ങും ജാഥ നടത്തിയത്. ആ ഭീഷണിയിൽ വിരുണ്ടുപോയ നെഹ്റു കിഴക്കും പടിഞ്ഞാറും ഒരു പാകിസ്ഥാൻ ഭാഗിച്ചു കൊടുത്തു. അന്ന് പക്ഷേ അവശിഷ്ട ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങൾക്കും ആ 2 പാകിസ്ഥാനിലും പോകാൻ സാധിച്ചില്ല. ഒരു പക്ഷേ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മറ്റുള്ളവരെങ്കിലും സമാധാനത്തോടുകൂടി ജീവിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിൽ പരിശുദ്ധ വെള്ളിയാഴ്ച വോട്ടിംഗ് ബൂത്തിൽ ക്യൂ നിൽക്കേണ്ടുന്ന ഒരു ഗതികേട് നിങ്ങൾക്ക് വരുമായിരുന്നില്ല. എന്ത് നടപ്പാക്കിയാലും മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണല്ലോ. ഇന്ന് തീരും നിങ്ങളുടെ പ്രശ്നം. ഈ രാജ്യം മുഴുവനും ഇസ്ലാമിൻ്റെതാകണമെന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ നടക്കുന്നത്. എന്ത് ധൈര്യമുണ്ടായിട്ടാണ് നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാൻ മുക്കുകൾ വരുന്നത്, ബംഗ്ലാദേശ് കോളനികൾ വരുന്നത്, മിനി പാകിസ്ഥാനികൾ വരുന്നത്? ഇവർക്ക് ഇനി ഒന്ന് ഭാഗിച്ചു കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടവും ഇവര് കൊളമാക്കുമായിരുന്നു. മുസ്ലിം വിശ്വാസങ്ങൾ അത്രയ്ക്ക് കർക്കശമാണെങ്കിൽ ഇസ്ലാമിക നിയമങ്ങൾ പിന്തുടർന്ന രാജ്യത്തേക്ക് നിങ്ങൾക്ക് പോയിക്കൂടെ? വെള്ളം ചേർക്കാതെ ശുദ്ധമായിട്ടുള്ള മുസ്ലിം ശരീഅത്ത് വിശ്വാസ ഭരണത്തിന് കീഴിൽ നിങ്ങൾക്ക് ജീവിക്കാമല്ലോ. ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദു ഭീകരന്മാരുണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നത്? കേന്ദ്രം ഇനിയും അടുത്ത കാലത്തൊന്നും നിങ്ങൾക്ക് കിട്ടാനും പോകുന്നില്ല. ഇസ്ലാമിക രാജ്യത്തിന്റെ കൊടി ഈ രാജ്യത്ത് നിങ്ങൾക്ക് കുത്താനും പറ്റില്ല. എത്രയോ നല്ലതാണ് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഇനിയും കേന്ദ്രഭരണം സ്വപ്നം കാണാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റുകൾ ഇക്കണ്ട കാലം അത്രയും കോൺഗ്രസിനെ തകർക്കാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ഇപ്പോൾ കോൺഗ്രസ് അനുസ്പ്രേയുടെ പരസ്യം പോലെയായി. കളത്തിലിറങ്ങിയേക്കും അവര്. കോൺഗ്രസ് അല്ല BJP. പെട്ടെന്ന് നിങ്ങൾക്കങ്ങ് തകർക്കാൻ ഒരു ഉച്ചാളി മുന്നണിക്കും അതിന് സാധിക്കില്ല. അടുത്ത കാലത്തൊന്നും അതിന് സാധിക്കാനും പോകുന്നില്ല. ഇന്റർനെറ്റിന്റെ വരവോടുകൂടി ഹിന്ദുക്കൾക്ക് വിവരം വെച്ച് തുടങ്ങി. രാജ്യത്തൊരൊറ്റ ഹിന്ദുവേ ഉള്ളൂ. BJP എന്നൊരു പ്രത്യേക ഹിന്ദു പൊട്ടിമുളച്ചിട്ടില്ല എന്ന ഒരു ആശയമാണ് ഇന്ന് ഇവർ കൊണ്ടു നടക്കുന്നത്. എല്ലാ ഹിന്ദുക്കളും BJP-കാരല്ല കേട്ടോ. എല്ലാ BJP-കാരും ഹിന്ദുക്കളുമല്ല. മറ്റെല്ലാ പാർട്ടിയിലും ഉള്ളതുപോലെ തന്നെയുള്ള ഹിന്ദുക്കൾ തന്നെയാണ് BJP-യിലും ഹിന്ദുക്കളുള്ളത്. 1921 മാപ്പിള ലഹള, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള രക്തചൊരിച്ചിലുകൾ, 47 വിഭജനമൊക്കെ ഹിന്ദുക്കൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത നീറുന്ന ഓർമ്മകളാണ്. ആ സ്ഥലത്താണ് നിങ്ങൾ പാകിസ്ഥാൻ മുക്ക് വെച്ചിട്ട് ആഘോഷിക്കുന്നത്. ഗോവിന്ദണ്ണം പറയുന്നത് മാറ്റാൻ പറ്റില്ല എന്ന്. അടുത്ത കാലത്തെ ആഗോള മുസ്ലിം ഭീകരവാദം ഹിന്ദുക്കളെ ഉണർത്തിയിട്ടുണ്ട്. മുസ്ലിങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തീരാത്ത പ്രശ്നങ്ങളുമുണ്ട് എന്ന് ഇന്ന് കണ്ടുവരുന്ന ആഗോള യാഥാർത്ഥ്യം ഇന്ന് ജനങ്ങൾക്ക് ബോധം വെച്ചു, ചിന്തിക്കാനും സാധിച്ചു. ആ യാഥാർത്ഥ്യങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് അയ്യോ ഹിന്ദു ഒരു പാച്ചിച്ചമാണ്, വർഗീയത പുലമ്പുന്നേ എന്ന് പറഞ്ഞാൽ ഇന്നത് ചെലവാകത്തില്ല കേട്ടോ. ഇന്ത്യ എന്നാൽ കേരളത്തെക്കാളും ഇമ്മിണി വലിയ രാജ്യമാണ് എന്ന് ഓർത്താൽ മതി. കേരളം ഇന്ത്യയിലാണ്. ഇന്ത്യ ഭരിക്കുന്നത് ഇന്ന് കമ്മിയും കൊങ്ങിയുമല്ല എന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഈ രാജ്യത്ത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു മാപ്പിളസ്ഥാന്റെ കൊടി ഉയർത്താൻ സാധിക്കില്ല.
കാരണം ഈ മതഭീകരത എന്താണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞത് തന്നെയാണ് കാരണം. നന്ദി.